إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മുൻഗാമികളിൽ ചിലരോട് നിങ്ങൾ ജനങ്ങളെ ഉപദേശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തം വാചകങ്ങൾ തിരഞ്ഞെടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ലിമ ലാ തഖ്താറു ലിനഫ്സിക ഹർഫൻ, എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം വാക്കുകളെ തിരഞ്ഞെടുക്കുന്നില്ല എന്നവരോട് ചോദിച്ചപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, നഹ്നു ഇലാ അൻ നുഅ്മല അൻഫുസന في حفظ ما مضى عليه أئمتنا أحوج منا إلى اختياري. നമ്മൾ നമ്മുടെ വാക്കുകൾ സംരക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ വാചകങ്ങൾ മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്നതിനേക്കാൾ നമ്മുടെ മുൻഗാമികളായ അഇമ്മത്തുകൾ, ഈ ഉമ്മത്തിൻ്റെ മാതൃകാ പുരുഷന്മാർ, സലഫു സ്വാലിഹീങ്ങൾ, അവരുടെ മാർഗം എന്താണോ അതാളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. നമ്മുടെ വാക്കുകളും നമ്മുടെ പദപ്രയോഗങ്ങളും നമ്മുടെ ആശയങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത്, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്ന സമയത്ത് നമ്മുടെ മുൻഗാമികളുടെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സാരാംശങ്ങൾ പകർത്തിവെച്ച വാക്കുകൾ, അവരുടെ മാർഗരേഖകൾ അതാളുകൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ പണിയെടുക്കണം എന്നവർ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകളിൽ നമ്മൾ പരസ്പരം തിരഞ്ഞെടുക്കുന്ന പദപ്രയോഗങ്ങളിൽ ഭൗതികതയുടെയും നൈമിഷികമായ ഈ ലോകത്തെ സുഖങ്ങളുടെയും നമ്മൾ ചെയ്തു കൂട്ടിയ പാപക്കറകളുടെയും സ്വാധീനങ്ങളുണ്ടാകുമെങ്കിൽ മുൻഗാമികളുടെ വാചകങ്ങളിൽ പരലോകത്തെയും സ്വർഗത്തെയും അനശ്വരമായ സുഖങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തമാക്കുന്ന ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സാരാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മൊഴിമുത്തുകൾ നമുക്ക് തിളങ്ങി വിളങ്ങി നിൽക്കുന്നതായി കാണാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ത്വരീഖുൽ ഹിജ്റത്തൈൻ എന്ന പേരിലുള്ള പ്രസിദ്ധമായ ഗ്രന്ഥം, അതിലേതാനും ചില വാചകങ്ങൾ അദ്ദേഹം കുറിച്ചു വച്ചത് അക്കൂട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കും. ഒരു യഥാർത്ഥ മുഅ്മിൻ, അവൻ്റെ ശരിയായ വിശേഷണം എന്താണെന്ന് ചില വാചകങ്ങളിൽ അദ്ദേഹം കുറിച്ചു വെക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതിലെ ഓരോ വാചകങ്ങളും നാം പരിശോധിക്കുകയാണെങ്കിൽ, സൂക്ഷ്മ വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഖുർആനിൻ്റെയും ഹദീസുകളുടെയും തെളിവുകൾ നിരത്തി ചിലപ്പോൾ ഓരോ വാചകങ്ങളും ഓരോ ഖുതുബയായി നമുക്ക് സംസാരിക്കാൻ മാത്രം ബൃഹത്തായ ആശയമുണ്ടാകും. പക്ഷേ ഈ വാചകങ്ങൾ മാത്രം പരിമിതമായ സമയത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്.
അദ്ദേഹം പറഞ്ഞു, ഒരു യഥാർത്ഥ മുഅ്മിനിൻ്റെ, പരലോകം മോഹിച്ച് ജീവിക്കുന്ന ദുനിയാവിലെ മുസ്ലിമിൻ്റെ വിശേഷണമെന്നാൽ ഹുവ ഫീ വാദിൻ വന്നാസു ഫീ വാദിൻ. അവനൊരു താഴ്വരയിലാണ്, അവനല്ലാത്ത മറ്റു ജനങ്ങൾ മറ്റൊരു താഴ്വരയിൽ. അതേ, ദുനിയാവ് മുഅ്മിനിന് സ്വർഗമാണ്. അഫൻ, ദുനിയാവ് കാഫിറിന് സ്വർഗമാണ്. അവിശ്വാസികൾക്കും ധിക്കാരികൾക്കും തോന്നിയതുപോലെ ജീവിക്കാവുന്ന സ്വർഗം. എന്നാൽ ഒരു മുഅ്മിനിന് ദുനിയാവ് ജയിലറയാണ്. അവന് പ്രതിബന്ധങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, കടിഞ്ഞാണുകളുണ്ട്. കാഴ്ചക്കും കേൾവിക്കും ചിന്തക്കും വാക്കിനും പ്രവർത്തിക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അവനല്ലാത്ത സർവരും വേറൊരു ലോകത്ത് ദുനിയാവിൽ സുഖിച്ച് ആസ്വദിച്ച് ദുനിയാവിനെ സ്വർഗമാക്കി ഒഴിഞ്ഞുവെച്ച് ഒരു താഴ്വരയിൽ അങ്ങനെ സഞ്ചരിക്കും. പക്ഷേ അവൻ സഞ്ചരിക്കുന്ന താഴ്വരയിൽ അവൻ ഒറ്റയ്ക്കായിരിക്കും. അത് ജയിലറയായിരിക്കും. അവൻ പരലോകത്തേക്ക് കൊണ്ടുള്ള യാത്രയുടെ താഴ്വരയിലായിരിക്കും. ജനങ്ങൾ അധികവും ബഹുഭൂരിപക്ഷവും മറ്റൊരു താഴ്വരയിൽ. ഖാദിഉൻ മുതവാദിഉൻ സലീമുൽ ഖൽബി സലിസുൽ ഖിയാദി ലിൽ ഹഖ് സരീഉൽ ഖൽബി ഇലാ ദിക്രില്ലാഹ്. അവൻ അല്ലാഹുവിന് വിനയാന്വിതനായി ജീവിക്കുന്ന റബ്ബിൻ്റെ അടിമയായിരിക്കും. മുതവാദിഉൻ, അവൻ താഴ്മയുള്ളവനായിരിക്കും. അല്ലാഹുവിൻ്റെ പടപ്പുകൾക്ക് മുമ്പിൽ താഴ്മയുള്ളവനാകാൻ, ആവശ്യമുള്ളിടത്ത് വിനയാന്വിതനാകാൻ അവന് മടിയില്ല. സലീമുൽ ഖൽബ്, നിഷ്കളങ്കമായ ശുദ്ധ മനസ്സുള്ള ഹൃദയത്തിൻ്റെ ഉടമ. സലിസുൽ ഖിയാദി ലിൽ ഹഖ്, സത്യത്തിന് മുമ്പിൽ സത്യം ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനു മുമ്പിൽ സർവവും സമർപ്പിച്ച് കീഴടങ്ങാൻ സന്നദ്ധനാകുന്നവനായിരിക്കും അവൻ. ശരീഉൽ ഖൽബി ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് എപ്പോഴും ഉളരിപ്പോകുന്ന വ്യഗ്രതയുള്ള ഹൃദയത്തിനുടമ. എപ്പോഴും അവൻ തിടുക്കം കൂട്ടുന്നത് അള്ളാഹുവിലേക്ക്, അവൻ്റെ സ്മരണയിലേക്ക് സഞ്ചരിക്കാനാണ്. അവൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് അതാണ്. ജാഹിദുൻ ഫി കുല്ലി മാ സിവല്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ള, അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും നേടിത്തരാൻ സാധിക്കാത്ത, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുന്ന സർവ്വകാര്യങ്ങളോടും വിരക്തി പ്രാപിക്കുന്നവൻ. റാഗിബുൻ ഫി കുല്ലി മാ യുഖർരിബു ഇലല്ലാഹ്, എന്നാൽ അവൻ ഇഷ്ടം, അവൻ്റെ ആഗ്രഹം അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും സ്നേഹവും കരസ്ഥമാക്കുന്ന കാര്യങ്ങളിലായിരിക്കും. അതായിരിക്കും അവൻ്റെ ഇഷ്ടം. മുതഫരിദുൻ ഫി ത്വരീഖി തലബി, മുതഫരിദുൻ ഫി ത്വരീഖി തലബി, അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും സ്നേഹവും നേടുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്ന മാർഗത്തിൽ, വഴിയിൽ അവൻ ഏകാന്തപതികനായിരിക്കും, ഒറ്റക്കായിരിക്കും. ഇടവും വലവും കൂടെ നിൽക്കാനും താങ്ങി നിർത്താനും ചിലപ്പോൾ ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, കാലഘട്ടത്തിൻ്റെ കയ്യടി ലഭിച്ചു കൊള്ളണമെന്നില്ല. ആ മാർഗത്തിൽ അവൻ ഏകാന്തനായിരിക്കും, ഒറ്റക്കായിരിക്കും. ലാ തുഖയ്യിദുഹു റുസൂം, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന പ്രവർത്തനങ്ങളിൽ സഞ്ചരിക്കാൻ ഔപചാരികതകളോ അതുപോലെ തന്നെ ഔദ്യോഗികതകളോ അവന് ബാന്ധവം സൃഷ്ടിക്കുകയില്ല, അവനെ കെട്ടിയിടുകയില്ല. വലാ തംലികുഹുൽ അവാഇദ്, സമൂഹത്തിൻ്റെ ശീലങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമൂഹം കാലഘട്ടങ്ങളായി നടപ്പിൽ വരുത്തിയ സമ്പ്രദായങ്ങളും അവന് കൂച്ചുവിലങ്ങിടുകയില്ല. അവൻ അല്ലാഹുവിലേക്കുള്ള സഞ്ചാരത്തിലായിരിക്കും. ലാ യഫ്റഹു ബിമൗജൂദിൻ വലാ യഅസഫു അലാ മഫ്ഖൂദിൻ, അവൻ കിട്ടിയതിൽ അമിതമായി സന്തോഷിക്കുന്നവനല്ല, ഭൗതികമായി അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ മതിമറക്കുന്നവനല്ല, നന്ദികേട് കാണിക്കുന്നവനല്ല. വലാ യഅസഫു അലാ മഫ്ഖൂദിൻ, നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോർത്ത് നിരാശനായി ഹതാശനായി ജീവിതം തുലച്ചു കളയുന്നവനുമല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലാകട്ടെ സ്വന്തം ശരീരത്തിലാകട്ടെ എന്തൊരു മുസീബത്ത് സംഭവിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി
ഒരു രേഖയിൽ ഭദ്രമായി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ, അവൻ്റെ വിധിപ്രകാരമല്ലാതെ സംഭവിക്കുന്നേയില്ല. അള്ളാഹുവിനതെല്ലാം എളുപ്പമുള്ള കാര്യമാണ്. അവൻ്റെ രേഖയും അവൻ്റെ ഉദ്ദേശവും അവൻ്റെ നടപ്പിൽ വരുത്തലും അവനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായി നിഷ്പ്രയാസമായി നടക്കുന്ന കാര്യമാണ്. അള്ളാഹു എന്നിട്ട് പറഞ്ഞു, എന്തിനാണിത്? അള്ളാഹു എല്ലാം മുൻകൂട്ടി വിധിച്ചതും രേഖപ്പെടുത്തിയതും എന്തിനാണ്? ലിഖൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ അമിതമായി പുളകം കൊള്ളാതിരിക്കാൻ. അതെ, അങ്ങനെ കിട്ടിയതിൽ പുളകം കൊള്ളാത്തവൻ, നഷ്ടപ്പെട്ടതിൽ ദുഃഖിതനും നിരാശനുമാകാത്തവൻ, ലാ യദ്ഖുലു ഫീമാ ലാ യഅനി, തനിക്കാവശ്യമില്ലാത്ത ഒന്നിലും തലയിടാത്തവൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിൻ്റെ നല്ല ലക്ഷണത്തിൽപ്പെട്ടതാണ്, ഒരാളുടെ ഇസ്ലാമിൻ്റെ നല്ല ഗുണങ്ങളിൽപ്പെട്ടതാണ് അവൻ ആവശ്യമില്ലാത്തതിൽ അവൻ ഇടപെടുകയില്ല എന്നത്. അതേ, തനിക്കാവശ്യമില്ലാത്ത കാര്യത്തിൽ പ്രവേശിക്കാത്തവൻ. വലാ യബ്ഖലു ബിമാ ലാ യൻഖുസു, തന്നിൽ നിന്ന് കുറവ് സംഭവിക്കാത്തതിൻ്റെ പേരിൽ പിശുക്ക് കാണിക്കാത്തവൻ. ആളുകൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, സമ്പത്ത് വിനിയോഗിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനധർമ്മങ്ങൾ സമ്പത്തിനെ കുറയ്ക്കുന്നില്ല. അതേ, കുറയ്ക്കുന്നില്ല. ആ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ സമ്പത്ത് ചെലവഴിക്കാൻ അവൻ പിശുക്കനല്ല, കുറഞ്ഞു പോകാത്തതിൽ ലുബ്ധനല്ല. വസ്ഫുഹു സിദ്ഖു വൽ ഇഫ്ഫത്തു വൽ ഈസാറു വത്തവാദു വൽ ഹിൽമു വൽ വഖാറു വൽ ഇഹ്തിമാലു. അവൻ്റെ വിശേഷണം സത്യസന്ധതയാണ്, അവൻ്റെ വിശേഷണം വിശുദ്ധിയാണ്, പാതിവൃത്യമാണ്, ചാരിത്രശുദ്ധിയാണ്. അവൻ്റെ വിശേഷണം നിസ്വാർത്ഥതയാണ്, അവൻ്റെ വിശേഷണം വിനയമാണ്, അവൻ്റെ വിശേഷണം സഹനമാണ്, ക്ഷമയാണ്, ഗാംഭീര്യമാണ്, വിവേകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യലാണ്. ലാ യുആതിബ് വലാ യുഖാസിം വലാ യുതാലിബ്. അവൻ ആരെയും ആക്ഷേപിക്കുന്നവനല്ല അന്യായമായി. വലാ യുഖാസിം, ആരോടും കലഹിക്കുന്നവനല്ല, വഴക്കിടുന്നവനല്ല, തെറി പറയുന്നവനല്ല, ചീത്ത വിളിക്കുന്നവനല്ല, ശപിക്കുന്നവനല്ല, അഭിശപ്തനല്ല. വലാ യുതാലിബ്, ആർക്കു മുമ്പിലും തൻ്റെ മേന്മകൾ അയവിറക്കി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന, മേനി പറയുന്ന, ആത്മപ്രശംസ നടത്തുന്നവനല്ല. വലാ യറാ ലഹു അലാ അഹദിൻ ഹഖൻ, തനിക്കുമേൽ ആർക്കെങ്കിലും അവകാശങ്ങളുണ്ട് എന്ന് വാദിക്കുന്നവനല്ല അവൻ. വലാ യറാ ലഹു അലാ അഹദിൻ ഫദ്ലൻ, ഒരാൾക്കും മേലും തനിക്കൊരു ശ്രേഷ്ഠതയും കൽപ്പിക്കുന്നവനല്ല അവൻ. അതെ, ആർക്കും തനിക്കുമേൽ ഒരവകാശവുമില്ല എന്ന് വിചാരിക്കുന്നവൻ, ആരോടും അവകാശത്തിനു വേണ്ടി പോരടിക്കാത്തവൻ, ആർക്കും തൻ്റെ മുകളിൽ, തനിക്ക് ആരുടെയും മുകളിൽ സ്ഥാനമില്ല, ശ്രേഷ്ഠതയില്ല എന്നും മനസ്സിലാകുന്നവൻ, വിനയത്തിൻ്റെ കൊടുമുടിയിൽ വിരാജിക്കുന്നവൻ. മുഖ്ബിലുൻ അലാ ശഅനി മുക്രിമുൻ ലിഇഖ്വാനി ബഖീലുൻ ബിസമാനി ഹാഫിളുൻ ലിലിസാനി. തൻ്റെ കാര്യത്തിൽ, തൻ്റെ പരലോകത്തിൻ്റെ കാര്യത്തിൽ, ഇന്നു മരിച്ചാൽ തൻ്റെ ഖബറിൻ്റെ കാര്യത്തിൽ, തൻ്റെ ഏകാന്തവാസത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധാലുവായിട്ടുള്ളവൻ, പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്നവൻ, മുന്നിടുന്നവൻ, തൻ്റെ സഹോദരങ്ങളെ ആദരിക്കുന്നവൻ, ബഹുമാനിക്കുന്നവൻ, പുഞ്ചിരിക്കുന്നവൻ, സലാം കൊണ്ടവരെ വരവേൽക്കുന്നവൻ. ബഖീലും ബിസമാനി, സമയം ചെലവഴിക്കുന്നവൻ, പിശുക്കനായവൻ. അള്ളാഹു തന്ന ആയുസിൻ്റെ ഓരോ ഇടനാഴികകളും നിമിഷാർദ്ധങ്ങളും പിശുക്കോടെ, ശ്രദ്ധയോടെ, കണിശമായി, കർക്കശമായി ചെലവഴിക്കുന്നവൻ. ഹാഫിളുൽ ലിസാനി, തൻ്റെ നാവിനെ പിടിച്ചുകെട്ടുന്നവൻ, കടിഞ്ഞാനിടുന്നവൻ. മുസാഫിറുൻ ഫീ ലൈലിഹി വനഹാരിഹി വയഖ്ദതിഹി വമനാമിഹി, രാവിലും പകലിലും ഉണർച്ചയിലും ഉറക്കത്തിലും സ്വപ്നത്തിലും അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുന്നവൻ. ലാ യദഉ അസസൈരി അൻ ആതിഖിഹി ഹത്താ യസില ഇലാ മത്ലബിഹി, അല്ലാഹുവിലേക്കുള്ള തൻ്റെ സഞ്ചാരം, അതിൻ്റെ പാഥേയം, അവൻ്റെ ചുമലുകളിൽ നിന്ന് അതിൻ്റെ ബാണ്ടക്കെട്ടുകൾ അവൻ താഴെ വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവോളമാണ്. അള്ളാഹുവിലേക്ക് എത്തുന്നത് വരെ, അള്ളാഹുവിലേക്ക് തന്നെ അടുപ്പിക്കുന്ന യാത്രാപാതയങ്ങൾ ചുമലിൽ നിന്ന് ഇറക്കി വെക്കാത്തവൻ. ഖദ് റുഫിഅ ലഹു അലമുൽ ഹുബ്ബി ഫശമ്മറ ഇലൈ, അതെ, അള്ളാഹുവിലേക്കുള്ള സ്നേഹം, സ്വർഗത്തെക്കുറിച്ചുള്ള മോഹം, പരലോകത്തെ അവസാനിക്കാത്ത പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകളുടെ പതാകകൾ
വാനിൽ ഉയർന്നു പറക്കുന്നത് അവൻ കാണുന്നു. ഫശമ്മറ ഇലൈ, അതിനുവേണ്ടി അവൻ തീവ്രമായ പരിശ്രമങ്ങൾ നടത്തുന്നു. വനാദാഹു ദാഇൽ ഇഷ്തിയാഖ് ഫഅഖ്ബല ബികുല്ലിയതിഹി അലൈ, ആ സ്നേഹം, ആ മോഹം, ആ സ്വപ്നം, ആ അഭിലാഷം മനസ്സിൽ ഹൃദയത്തിൽ കൊരുത്തു വെച്ചുകൊണ്ട് നശിക്കുന്ന ദുനിയാവിന് വേണ്ടിയല്ല, നശിക്കാത്ത സ്വർഗത്തിലേക്കുള്ള മോഹങ്ങളുടെ തേട്ടങ്ങൾ, അതാണ് അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവൻ്റെ മനസ്സിൽ അവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദുനിയാവിൽ അവൻ അതിനുവേണ്ടി സർവവും സമർപ്പിക്കാൻ സന്നദ്ധനാണ്. അജാബ മുനാദിയൽ മഹബ്ബത്തി ഇദ്ദആ, അതുകൊണ്ട് അതിലേക്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ, സ്വർഗത്തിൻ്റെ, പരലോകത്തിൻ്റെ വിജയത്തിൻ്റെ, സമാധാനത്തിൻ്റെ വിളിയാളങ്ങൾ ബാങ്കുലികളായി മസ്ജിദുകളിൽ നിന്ന് ഉയരുമ്പോൾ ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുവിൻ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുത്തരം ചെയ്യുന്നവൻ. വവാസല സുറാ ഫീ ബൈദാഇ ത്വലബ് ഫഹമിദ ഇൻദൽ വുസൂലി മസ്റാ, അങ്ങനെ അല്ലാഹുവിലേക്കുള്ള യാത്രയുടെ മരുഭൂമണലാരണ്യത്തിൽ അവൻ യാത്ര അവസാനിപ്പിക്കുന്നത് ആ ലക്ഷ്യം നേടുമ്പോഴാണ്. അള്ളാഹുവിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടുമ്പോൾ, അവനെ നേർക്കുനേരെ കാണുമ്പോൾ, തൻ്റെ പാദസ്പർശം സ്വർഗീയ ഭൂമിയിൽ ആദ്യമായി അനുഭവിക്കുമ്പോൾ അവിടെയാണ് അവൻ്റെ യാത്ര അവസാനിക്കുന്നത്. ഫഹമിദ ഇൻദൽ വുസൂലി മസ്റാ, അങ്ങനെ അവൻ ചെന്നെത്തിയ യാത്ര, അതിൻ്റെ പര്യവസാനം, ശുഭാവസാനം അള്ളാഹുവിനെ സ്തുതിക്കുന്നവൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദ വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. അതേ, ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റിയവനായ റബ്ബിനാകുന്നു സർവസ്തുതിയും. സ്വർഗഭൂമിയിൽ ഞങ്ങൾക്കുദ്ദേശിക്കുന്നിടത്തു പാർക്കാൻ ഇവിടെ ശാശ്വതമായ വാസമൊരുക്കിയ അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത ദുനിയാവിൽ ജീവിച്ചു മരിച്ചവർക്ക് അവൻ നൽകുന്ന പ്രതിഫലം എത്ര സമ്മോഹനമാണ്, അനുഗ്രഹീതമാണ്. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവും ഒടുക്കവും. അള്ളാഹു ഈ ഉപദേശങ്ങൾ, ഈ വാചകങ്ങൾ ജീവിതത്തിൽ പരലോകയാത്രയിലേക്ക്, അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിലേക്ക് പാതയമായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസൈക്കും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, മഹാന ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഉപദേശം നമുക്ക് കേൾക്കാം. ഇലാ കം യാദൽ മശീബ് അമൽ അംറു മിൻക ഖരീബ്. ഓ നരബാധിച്ചവനെ, പ്രായമെത്തിയവനെ, ഇനി എങ്ങോട്ടേക്കാണ്? അമൽ അംറു മിൻക ഖരീബ്, നിന്റെ അവധി അവസാനിക്കാനായില്ലേ? നിന്റെ കാര്യം അടുത്തില്ലേ? കം തഅബ ഫീ വഅലിക ഖതീബുൻ, എത്രയാണ് നിന്നെ ഉപദേശിച്ച ഖതീബുമാർ നിനക്ക് ഉപദേശം നൽകിയത്? കം ആലജക തബീബ്, നിന്റെ മനസ്സിനെ മലീമസമാക്കിയ വൃത്തികേടുകളെ ചികിത്സിക്കാൻ നിന്റെ ഹൃദയത്തെ ചികിത്സിക്കുന്ന എത്ര സതുപദേശകന്മാരാണ് നിന്നെ ചികിത്സിച്ച് കൈയൊഴിഞ്ഞത്? ഇന്നഹു ലമറദുൻ അജീബ്, നിന്നെ ബാധിച്ച രോഗം വളരെ വിചിത്രമായ രോഗമാണ്. ഇന്നഹു ലദാഉൻ ഗരീബ് അദ്മുൻ വാഹിനുൻ വഖൽബുൻ സ്വലീബ്. എന്താണ് നിന്റെ രോഗം? വിചിത്രമായ രോഗം, അത്ഭുതകരമായ രോഗം. നിന്റെ ശരീരം ദുർബലം, നിന്റെ എല്ലുകൾ ശുഷ്കം, പക്ഷേ നിന്റെ ഹൃദയം പാറ പോലെ കടുത്തുറച്ച ഹൃദയവും ശോഷിച്ച ശരീരവും ദുർബലമായ എല്ലുകളും. ഇത്രമേൽ വിചിത്രമായ രോഗം. യഹാദ ലാ ശൈഅ അഖല്ലു മിനദ് ദുനിയ വലാ അഅസ്സു മിൻ നഫ്സിക്. ഏ മനുഷ്യ, ഈ ദുനിയാവിനേക്കാൾ നിന്ദ്യമായ, ഈ ദുനിയാവിനേക്കാൾ നിസാരമായ മറ്റൊന്നുമില്ലടോ. വലാ അഅസ്സു മിൻ നഫ്സിക്, അല്ലാഹു നിനക്ക് വെച്ച് നീട്ടിയ ആയുസിൽ നിനക്ക് നൽകിയ ജീവിതത്തെക്കാൾ അമൂല്യമായതും മറ്റൊന്നുമില്ലടോ. വഹാ അൻത തുൻഫിഖു അൻഫാസൻ നഫ്സിൻ നഫീസതി അലാ തഹ്സീലി ദുനിയൽ ഖസീസ. നിന്റെ ഓരോ നിമിഷങ്ങളിലെയും ശ്വാസോച്ഛ്വാസങ്ങളെ, അമൂല്യമായ നിമിഷങ്ങളെ നിന്ദ്യമായ ദുനിയാവിന് വേണ്ടി വിറ്റുകളഞ്ഞവനെ, മത്താ യുഖ്നിഉകൽ കഫാഫ്, എന്നാണോ നിനക്ക് ദുനിയാവിൽ സമ്പാദിച്ചു മതി തീരുക? എന്നാണ് നിന്റെ ദുനിയാവിൻ്റെ മോഹങ്ങൾ അസ്തമിക്കുക?
മതാ യറുദ്ദുകൽ അഫാഫ്, എന്നാണ് ദുനിയാവിൽ കിട്ടിയത് മതി എന്ന് നിനക്ക് പറയാൻ സാധിക്കുക? മതാ യുഖവ്വിമുക സഖാഫ്, എന്നാണ് ഇസ്ലാമിന്റെ സംസ്കാരം നിന്നെ സംസ്കാര സമ്പന്നനാക്കുക? ഇന്നക ലതഅബാ ഇല്ലൽ ഖിലാഫ്, എത്ര കേട്ടാലും, എത്ര ഉപദേശിക്കപ്പെട്ടാലും, എത്ര ഖുതുബകൾക്ക് നീ കാതോർത്താലും, എത്ര സാരോപദേശങ്ങൾ നിന്റെ ഹൃദയത്തിലും തഴുകിത്തലോടിയാലും നീ എതിരെ പ്രവർത്തിക്കുകയുള്ളൂ. നിനക്ക് നന്നാവാൻ വയ്യ, നിനക്ക് വൈമനസ്യമാണ്. മഖാലിദുക സിഖാലുൻ, നിന്റെ പരലോകത്തേക്കുള്ള പാതയങ്ങളുടെ ബാണ്ടക്കെട്ടുകൾ എത്രയാണ് അതിനു ഖനമുള്ളത്? ഖനമുണ്ടോ? നീ പേറുന്ന പാപഭാരങ്ങളാണ് നിന്റെ പരലോകത്തേക്കുള്ള പാതയങ്ങളുടെ ബാണ്ടക്കെട്ടങ്ങൾ. അതെത്ര ഭാരമേറിയതാണ്. വറകഅതുക ഖിഫാഫ്, പക്ഷേ അള്ളാഹുവിന് മുമ്പിലുള്ള നിന്റെ റുകൂഇന്റെയും സുജൂദിന്റെയും റകഅത്തുകളുടെ എണ്ണങ്ങൾ അത് വളരെ ഭാരം കുറഞ്ഞതും ഖനം കുറഞ്ഞതും, നിന്റെ പാപങ്ങളുടെ ബാണ്ടക്കെട്ടുകൾ ഖനമേറിയതും. യാ ഖബീഹൽ ഖിസാൽ, യാ സയ്യൽ ഔസാഫ്, ഈ മോശമായ വിശേഷണങ്ങൾ പേറുന്നവനെ, ഈ ദുർഗുണങ്ങൾ സമ്പാദിച്ചവനെ, യാ മുസ്തിരിയൻ ബിസിനിൽ ഖിസ്ബി സനീന, യാ മുസ്തരിയൻ ബിസിനിൽ ഖിസ്ബി സിനീന അൽ ഇജാഫ്, ഈ ക്ഷാമമേറിയ വർഷങ്ങളെ ക്ഷാമമില്ലാത്ത സമൃദ്ധിയുടെ വർഷങ്ങൾക്ക് വേണ്ടി വിറ്റവനെ, പരലോകത്തെ മരിക്കാത്ത ദിനരാത്രങ്ങൾക്ക് വേണ്ടി നശിക്കുന്ന ഈ ദുനിയാവിനെ വിൽക്കാത്തവനെ, ദുനിയാവിനെ പരലോകത്തിന് വേണ്ടി വിൽക്കാതെ പരലോകത്തെ ദുനിയാവിന് വേണ്ടി വിൽക്കുന്നവനെ, നശിക്കുന്ന ദുനിയാവിന്റെ ക്ഷാമമേറിയ വർഷങ്ങൾക്ക് വേണ്ടി സമൃദ്ധിയുടെ പരലോകത്തിന്റെ ക്ഷാമമില്ലാത്ത വർഷങ്ങളെ വിറ്റവനെ, ഖിഫ് മുതദബ്ബിറൻ ലിഹാലിൻ, അല്പമൊന്ന് നിൽക്കുക, ചിന്തിക്കുക, ഉറ്റാലോചിക്കുക. എന്താണ് നിന്റെ അവസ്ഥ? ഇന്ന് മരിച്ചാൽ നിന്റെ അവസ്ഥ എന്താണ്? ഫൽ മുഅ്മിനു വഖാഫുൻ, മുഅ്മിൻ ചിന്തിക്കുന്നവനാണ്, ബുദ്ധിയുള്ളവനാണ്, വിവേകിയാണ്. വതദക്കർ വഈദൽ ഉസാതി വൈഹക അമാ തഖാഫ്, അതുകൊണ്ട് തിന്മകൾ, ദോഷികൾ, പാപികൾ, അതിൻ്റെ വക്താക്കൾ, അവർക്ക് അല്ലാഹു ഓർമ്മപ്പെടുത്തിയ ശിക്ഷയുടെ താക്കീതുകൾ നിന്നെ ഉത്ബുദ്ധനാകട്ടെ, ഇല്ലെങ്കിൽ നിനക്ക് നാശമുണ്ടാകട്ടെ. അമാ തഖാഫ്, നീ ഭയക്കണേ, നീ പേടിക്കണേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കൂടി നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ആഖിൽ അൽ മുസീബ്, ദുനിയാവിൽ നേർമാർഗത്തിലായവൻ, ബുദ്ധിയുള്ളവൻ, ഒരു യഥാർത്ഥ മുഅ്മിൻ, അവൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവനായിരിക്കും. തറക ദുനിയ ഖബല അൻ തത്രുക, ദുനിയാവ് തന്നെ ഉപേക്ഷിച്ച് പിരിയുന്നതിന് മുമ്പ് ദുനിയാവിനെ ഉപേക്ഷിക്കുന്നവനായിരിക്കും അവൻ. 1, ബുദ്ധിയുള്ളവരുടെ ഒന്നാമത്തെ അടയാളം, ദുനിയാവിനോട് നാം വിട പറയുന്നതിന് മുമ്പ് ദുനിയാവിനോട് വിട പറയുന്നവൻ. 2, വബന ഖബ്റഹു ഖബല അൻ യദ്ഖുല, ഖബറിലേക്ക് 6 അടി മണ്ണിലേക്ക് 6 കാലിന്റെ കട്ടിലിലേന്തി നമ്മെ കുഴിമാടത്തിലേക്ക് ഖബറടക്കി പിടിമണ്ണ് വാരിടുന്നതിന് മുമ്പ് ആ ഖബർ തന്റെ ഹൃദയത്തിൽ പണിതുയർത്തുന്നവൻ, ആ ഖബറിന് വേണ്ടി ഒരുങ്ങുന്നവൻ, എപ്പോഴും യാത്ര പോകാൻ സന്നദ്ധനാകുന്നവൻ. 2, ഖബർ തനിക്ക് വേണ്ടി പണിയപ്പെടുന്നതിന് മുമ്പ് തന്റെ ഹൃദയത്തിൽ ഖബർ പണിയുന്നവൻ. വഅർദാ റബ്ബഹു ഖബല അൻ യൽഖാ, അവസാനമായി അദ്ദേഹം പറഞ്ഞു, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മഹ്ശറിൽ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ് ദുനിയാവിലെ ജീവിതത്തിൽ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവൻ. ആരെയും തൃപ്തിപ്പെടുത്താനല്ല നമ്മുടെ ജീവിതം, ആരെയും ബോധിപ്പിക്കാനല്ല, ആരുടെയും ആട്ടങ്ങൾക്കൊപ്പം തുള്ളി വിലപ്പെട്ട സമയങ്ങളെ ത്യജിച്ചു കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. അമൂല്യമായ ആയുസ്സിന് ദുനിയാവിലെ കളിവിനോദങ്ങളെക്കാൾ, സുഖങ്ങളെക്കാൾ ഒരു വിലയും നിശ്ചയിക്കാൻ സാധിക്കാത്ത വിലകളുണ്ട്, ഖനമുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. اللهم ارحم والدينا كما ربيانا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.